പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലാപ്പള്ളി വനമേഖലയിലൂടെ ഈ നിബിഡമായ വനത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചെത്തുന്നത് ഒരു ജനവാസ മേഖലയിലേക്കാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് തുലാപ്പള്ളി. ഇവിടെ ഇന്നലെ രാത്രിയിൽ ഒരു കാട്ടാനയാൽ ഒരാൾ കൊല്ലപ്പെട്ടു. നമുക്ക് അവിടേക്ക് പോകാം. ഈ കയറ്റം കൊണ്ട് കയറി ചെന്നിടത്ത് അവിടെ ഒരു മേളിലോട്ട് സ്റ്റെപ്പ് കെട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടുന്ന് മേളിലോട്ട് കയറി പോയാണ്, കുറച്ച് കയറി പോകണം. ഞങ്ങൾ പോയി കണ്ട അതല്ലേ. പിന്നെ പിറ്റത്ത് നിന്ന് ആന തെങ്ങ് കിടത്തി വെച്ച് അത് തിന്നോണ്ടിരിക്കുകയായിരുന്നു. ഇവനും ഭാര്യയും കൂടെ ലൈറ്റ് അടിച്ച് വേറെ വഴി അങ്ങോട്ട് ചെന്നതാ. ആന വരുന്നത് ഇപ്പം കണ്ടില്ല. അങ്ങനെ സംഭവിച്ചു പോയത്. കറക്റ്റ് 1:30 മൈക്കിൽ കൂടെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇപ്പം പറയുന്നുണ്ട്, അക്കരെ പറയുന്നുണ്ട്. 10 ആകുമ്പോൾ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഇവിടുന്ന് റാലി അങ്ങോട്ട് പോവാം. ഈ ഫോൺ വിളിച്ച് എല്ലാവരും പറയുന്നുണ്ട്, ഇന്ന് ഒന്നാമത്തെ പ്രത്യേകിച്ചത്തെ ദിവസം എന്ന് പറയുന്നത് ഏപ്രിലൊന്നല്ലേ. ഒരുമാതിരിപ്പെട്ടവർ വിശ്വസിച്ചില്ല. എന്തായാലും കൂടെ വിളിച്ച് വിളിച്ചപ്പോൾ എല്ലാവരും വിശ്വസിച്ചു. കയറിപ്പോയി, ആൾക്കാരൊക്കെ പോയി, ഇഷ്ടംപോലെ ആളും ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാരെ, എല്ലാ ആൾക്കാരും ആ വണ്ടിയൊക്കെ മേളിൽ കയറി പോകുന്നു. കുറച്ച് സർക്കിളൊക്കെ കൊണ്ടുപോകാനൊക്കെ ഒരുങ്ങി നാട്ടുകാർ തടഞ്ഞായിരുന്നു. കൊണ്ടുപോകാനൊക്കെ തീരുമാനമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ പത്തനംതിട്ടയിൽ നിന്ന് കളക്ടർ വന്നാണ് കാര്യങ്ങൾ ക്രമീകരിച്ച് നേരം വെളുത്തപ്പോൾ കൊണ്ടുപോയി. ഞാനൊരു 5 മണിയായപ്പോൾ ഇനി ഇറങ്ങി പോകുന്നായിരുന്നേ. അത് കഴിഞ്ഞ് ആ കളക്ടർ വന്ന് പശുവിനെ കിടക്കണമായിരുന്നു. ഇറങ്ങി നേരെ താഴോട്ടിറങ്ങി. അവിടെ വനത്തിലോട്ട് പറമ്പുകളാണ് അവിടെ കിടക്കുന്ന മൊത്തം. കൊക്കോയൊക്കെ ആയതുകൊണ്ട് ഇത് നിൽക്കുന്ന അറിയത്തില്ല. അങ്ങനെ സംഭവിച്ച് ആരെ താഴോട്ട് തന്നെ ഇറങ്ങിപ്പോയി. രണ്ടുപേരോട് ഒന്ന് ചോദിച്ചപ്പം വിശാലം മുന്നോട്ട് പോയി. വീട്ടുകാരത്തിൽ പുറകെ പെയ്യ നടന്നു പോയി. അവർക്ക് എന്താ അസുഖം ആയതുകൊണ്ട് പെയ്യ നടന്നു പോയി. ഇവനങ്ങോട്ട് ചെല്ലി ആന ഇറങ്ങി വരികയും കൂടെ ആയിരുന്നു. പക്ഷെ എന്തോ പറയാനാ, ചെരുപ്പ് തെന്നിപ്പോയി. ആന വന്ന് അടിച്ച കൈയെല്ലാം ഒടിഞ്ഞു. പൊതുവെ ഈ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് ഉണ്ടാകായിരുന്നു. ഇവിടെ വന്യമൃഗങ്ങളുടെ ശല്യമില്ല, വലിയ കാര്യമായിട്ടില്ലായിരുന്നു. ഇങ്ങനെ മൃഗങ്ങളൊക്കെ ചക്കവരുടെ സമയത്ത് വരികയും പോവുകയൊക്കെ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷേ ഇത് ആദ്യമായിട്ടുണ്ടായതാണ്. ആദ്യമായിട്ടുണ്ടായതാണ്. ഈ ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് കൃഷി നശിപ്പൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതുണ്ട്, പറയേണ്ട ശല്യവും പിന്നെ കൃഷികളെല്ലാം നശിപ്പിക്കുന്നുണ്ട് ദിവസമാണ്. ഇത് ഒരു മരണം സംഭവിക്കുന്ന എന്റെ അറിവിൽ ഇപ്പൊ അതിന് നേരത്തെ ഉണ്ടോന്ന് അറിയില്ല. ഇല്ല, നേരത്തെ ഇല്ല. ആദ്യമായിട്ട് ഞങ്ങൾ എത്രയോ വർഷങ്ങളായി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇതുപോലൊരു സംഭവം ഉണ്ടായിരുന്നു. ഈ വഴി നമ്മൾ തോന്നുന്നുണ്ടെ കാടിനോട് ചേർന്ന്. പക്ഷെ ഇതുവരെ ഈ പറയുന്ന ഈ വഴിയിലായാലും ആനയുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഈ രാത്രിയിലൊക്കെ പോയാലും ഒന്നും ആനയുടെ അങ്ങനെ ഇല്ല. ഇത് ആദ്യമായിട്ടുണ്ടായ കാര്യം ആണല്ലേ. എന്തുമാത്രം രാത്രി നേരം എടുത്താൽ വയ്യോളം വണ്ടി ഒഴുകിക്കൊണ്ടിരിക്കല്ലേ ഈ റൂട്ടിൽ കൂടെ. ഞാൻ ഇന്നലെ ഒരു 8 മണിയായപ്പോൾ അതിലെ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ. 8 മണിക്ക് രാത്രിയിലോ? സന്ധ്യക്ക് 8 മണി. മിക്കവാറും സ്ഥിരം വരുന്നതായതുകൊണ്ട് അത്ര പരിധിയില്ല മനുഷ്യനെ. ആരും അത്ര ശ്രദ്ധിച്ചില്ല, അതന്നെ പോകുന്നത്. കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് ഈ റോഡിന്റെ അടിവശത്ത് നിന്ന് ഭയങ്കര ശല്യമായിരുന്നു. അന്ന് ഫോറസ്റ്റുകാരിങ്ങനെ എറിയാൻ പടക്കം ഒക്കെ അവിടെ വീട്ടുകാർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം അങ്ങനെ ഭയപ്പെടുത്തിയൊക്കെ ആൾക്കാർ വിട്ടതാണ്. അതിന്റെ കലി കാണും യാനയ്ക്ക്. അതിൽ നിന്നൊക്കെ ആയിരിക്കും ഇത്രയും ശൗര്യം എടുത്തെന്ന് തോന്നുന്നു. ഇവന് സൗണ്ട് കേട്ടുകൊണ്ട് താഴോട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കയറ്റം പോലെ അവിടെ കയറി ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആന പുറകിലായിരുന്നു ആന നിന്നത്. അത് ആ റോഡായതുകൊണ്ട് സൗണ്ട് അധികം അറിയത്തില്ലല്ലോ. ഇപ്പം താഴോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് നിന്ന് തന്നെ പുറകിൽ കൂടെ വന്ന് ഇതിനെ അടിക്കുമോ അങ്ങനായിരുന്നു. കുഴിയിലോട്ടാണ് നോട്ടത് നോക്കിക്കൊണ്ടിരുന്നത്. ആന മേലിൽ ഇങ്ങനെ ശ്രദ്ധ വിട്ടുപോയത്. സാധാരണ അങ്ങനെ ആനയെ വരുന്നതന്നെ ഇറങ്ങി വാതിച്ചൊക്കെ ഓടിക്കുന്നവനാണ്. പക്ഷെ ഇത് ഒരു പെട്ടെന്നൊരു സംഭവം എന്തോ അർത്ഥമായിപ്പോയി. നിങ്ങളുടെ എങ്ങാണ്ട് അവർ രാത്രി വേനക്കം കേട്ടപ്പോൾ നോക്കിയാണ് ഒരു പുലി മുറ്റത്ത് വെക്കുന്നു. ഷാജി എന്ന് പറഞ്ഞു, കുന്നുമ്പുറത്ത് ഷാജി എന്ന് പറഞ്ഞൊരു വീടുണ്ട്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് അവർ നോക്കുമ്പോൾ അനക്കം കെട്ടി നോക്കിയപ്പോൾ പുലിയാണ് മുറ്റത്ത്. അതുപോലെ ഈ പ്രദേശങ്ങളിൽ ഞങ്ങൾ വെട്ടാൻ പോകുന്നതൊക്കെ പുലി കാണുന്നുണ്ട്. റബ്ബർ വെട്ടാൻ രാവിലെ ചെല്ലുമ്പോൾ രാവിലെ 8 മണിക്കൊക്കെ പുലി പറമ്പിൽ 2 പുലി ഈ കഴിഞ്ഞിടയ്ക്ക് കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് വട്ടപ്പാറ ഒരു കടുവ ഒരു ബ്ലാവിനെ പിടിച്ച് ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് അവിടെ തിന്നുന്നതായിട്ട് കണ്ടു. അവിടെ നിന്ന് ഒരുത്തം കണ്ടു, പേടിച്ച് പനിച്ച് പുള്ളി കുറേ ദിവസം പനിയായിട്ടിരിക്കുമായിരുന്നു. പേടിച്ചു. അപകടം ഉണ്ടായത് ആദ്യമായിട്ട്. അപകടം വനത്തിൽ വെച്ചാ
ഒരു സംഭവം ഈ കഴിഞ്ഞ ഒരു കുറേ വർഷത്തിന് മുമ്പ് ഞങ്ങളുടെ ചെറുപ്പത്തിലൊരു സംഭവം ഈ ആര്യാട്ട് പോലെ ഭാഗത്ത് ഒരു പെണ്ണുമ്പിള്ള അടിച്ചു പോകുന്നു. അത് കാട്ടിൽ, ഇത് നാട്ടിൽ, ശബരിമലയ്ക്ക് ആ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ട്. അല്ലാതെ ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം കാട്ടുമൃഗങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഒരു മൃഗം പന്നിയൊക്കെ അങ്ങനെ ഉപദ്രവിച്ചിട്ട് പോലും ഇല്ല. എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട്, പക്ഷേ ഈ അപകടം ആദ്യമായിട്ടുണ്ടായത്. ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് ഈ സ്ഥലത്തുണ്ട്? ഞങ്ങളൊരു 60 വർഷത്തോളം. 60 വർഷമായിട്ട് ആദ്യമായിട്ട് നടക്കുന്ന ഒരു സംഭവം. 60 വർഷമായിട്ട് ഈ മരണം, ഒരു മൃഗത്തിന്റെ ആക്രമണത്തിൽ മരിക്കുന്ന ആദ്യമായിട്ട്. മൃഗങ്ങൾ നേരിട്ടുണ്ട്, അത് ഓടി മാറിയൊക്കെ ഞങ്ങൾ മാറിപ്പോയിട്ടുണ്ട്. ആദ്യമായിട്ടൊരു സംഭവമായിട്ട് മൃഗത്തിന്റെ ഒരു സംഭവം. അപ്പൊ ഓടി വീണ് എന്തെങ്കിലും പരിക്കൊക്കെ പറ്റുമെന്നല്ലാതെ നമ്മൾ കണ്ടു പോയെന്ന്. ഇപ്പം പണ്ടൊക്കെയെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വനത്തിൽ കയറുമായിരുന്നു. ഇപ്പം വനത്തിൽ ഒരു മനുഷ്യൻ കയറുന്നുമില്ല, കയറാനൊക്കെയുമില്ല, കയറേണ്ട ആവശ്യമില്ല. ഒരു തരത്തിൽ കയറുക ഒന്നീ പാമ്പും. ആ റോഡിന്റെ ഈ പരിസര പ്രദേശങ്ങൾ സൈഡുകളിലൊക്കെ വീടുകളുണ്ട്. ആ വീടിന്റെ മുറ്റത്തൊക്കെ ആന മിക്കവാറുണ്ട്. ഞങ്ങളുടെ സ്ഥലമല്ല അവിടെ കിടക്കുന്നത്. അവിടെയും കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർ ഭയപ്പെട്ടുണ്ടല്ലോ, എല്ലാവരും ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ താഴോട്ടൊക്കെ മാറി ഇതുപോലെ റോഡിന്റെ സൈഡിലൊക്കെ പെര വെച്ച് ഇപ്പം അവിടെയൊക്കെ ഇല്ല, കുറേ പേരില്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ മരണപ്പെട്ട ഒരു ഇവൻ മാത്രമേ ഉള്ളായിരുന്നു അവിടെ ഇതിനെയൊക്കെ നേരിടാനൊക്കെ ഒരു ധൈര്യമുണ്ട്. അപ്പോൾ അത് ഒറ്റപ്പെട്ട വീടായിരുന്നു അവിടെ? അവര് സൈഡിൽ അങ്ങേറ്റത്തെ വീട്. ഇവന്റെ വീടേ ഉള്ളൂ ഏറ്റവും ലാസ്റ്റ്. ഇനി ഒരു വീടോടെ ഉള്ളൂ, ഇച്ചിരി മാറി ഒരു വീടോടെ ഉള്ളൂ, അല്ല വീടില്ല. പിന്നെ ഉണ്ടെന്ന് പറഞ്ഞ് ഈ സൈഡിൽ ഒരു വീടുണ്ട്, റോഡ് സൈഡിൽ, അവിടെ ആന വരുന്നത്. 1-2-3 വീടുണ്ട്, 3-4 വീടുണ്ട്. ആരും താമസിമില്ല. താമസമുള്ള ഈ വീടൊക്കെ 2-3 വീടേ ഉള്ളൂ. കാലക്രമേണ അവിടുന്ന് ഇറങ്ങി പോവാൻ. ആനയെ ഓടിക്കുന്ന പറഞ്ഞാൽ പറമ്പിന്റെ മുറ്റത്ത് വന്നാൽ ഓടിക്കല്ല, എന്താ വിഷയം, അവനെ ജീവിക്കണ്ടേ, പടക്കമൊക്കെ വെച്ച് അവനെ ഓടിക്കും. ആരെങ്കിലും ഓടിക്കണ്ടേ, അല്ലെങ്കിൽ ഇത് സ്ഥിരം ഇങ്ങനെ വന്നാലും ഒരു മറ്റുള്ളവർക്ക് ഉപദ്രവം. ഒരുമാതിരിപ്പെട്ട മനുഷ്യനൊന്നും കാടും തെളിക്കുക, കാട് തെളിക്കാൻ വലിയ വനം പോലെ കിടക്കും. പ്രശ്നങ്ങളുണ്ട്. അതെ, ഇവിടെ സ്ഥലത്ത് ഇല്ലാത്തവര് ചിലരൊക്കെ ഇതുപോലെ മാറിപ്പോയല്ലോ, സ്ഥലം മാറി ഇവിടുന്ന് അങ്ങോട്ട് വസ്തു കിടക്കുക. അവര് 10 സെന്റോ അല്ലെങ്കിൽ 15 സെന്റോ ഒക്കെ മേടിച്ച് വീട് വെച്ച് നമ്മുടെ ഒരുമാതിരി ആൾ താമസമുള്ളിടത്തോട്ട് മാറുന്നു. അങ്ങനെയൊക്കെയുള്ള താമസങ്ങളാണ്. അങ്ങനെയുള്ളവരുടെ പറമ്പൊക്കെ നമ്മൾ കാട് പിടിച്ച് കിടക്കുക. അത് അവരും വെട്ടുകാൻ പറഞ്ഞാലൊന്നും വെട്ടത്തുമില്ല, ഇങ്ങനെ കിടക്കുന്നു. പറയല്ല, നമ്മളിപ്പം പറയല്ല, ഇതൊരു അടിച്ചിപ്പം ചെയ്യിപ്പിക്കാൻ. എന്നാൽ കുടുംബശ്രീ പെണ്ണുങ്ങളൊക്കെ ഇവിടെ പണിയുന്നൊക്കെ ഉണ്ട്. അവര് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ച് പണിയുവാണെങ്കിൽ ഏതായാലും ഇവിടെ താമസക്കാർ അവരൊന്നും ഇല്ല, ഇവരോട് പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല, ഇവര് അതും ചെയ്യിക്കും. അങ്ങനത്തെ ഒരു ഇത് കിടക്കുക നമ്മുടെ നാടൊക്കെ. കുറച്ചാറുണ്ടായിരുന്നു, അവർ വന്നായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് രാത്രി ഞങ്ങൾ 3 മണിയാകുമ്പോൾ അറിയാം. കയറിയപ്പോൾ ഫോറസ്റ്റുകാരവിടെ ഉണ്ട്, അവിടെ ചെല്ലുമ്പോൾ ഉണ്ട്, ആരെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് സർക്കിളൊക്കെ വന്നു. ഒത്തിരി ജനങ്ങൾ, നാട്ടിലെ ഇഷ്ടം പോലെ ജനങ്ങൾ, അവിടെ ഇവിടെയും കിടക്കുന്ന ജനങ്ങളിൽ ഒത്തിരി പേര് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആണെങ്കിലും ഇപ്പം ആ വീട് അനാഥമായി. എന്ന് പറഞ്ഞാൽ വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നുമില്ല, ചെറിയ തൊഴിലൊക്കെ ആയിട്ട് പിള്ളേരെ അങ്ങോട്ടൊക്കെ ജോലിയില്ല. ഒരു പയ്യനെ എറണാകുളത്ത്, ഒരു പയ്യനെ ഗൾഫിലെങ്ങാണ്ട് ഈടെങ്ങാണ്ട് പോയിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. വലിയ ശമ്പളമൊക്കെ കാണുമെന്ന് തോന്നുന്നില്ല. പോയത് അവൻ ഓട്ടോ കൊണ്ട് രാവിലെ സ്റ്റാൻഡിൽ ഇറങ്ങുക, അങ്ങനെയൊക്കെയുള്ള ജീവിതം. പിന്നെ റബ്ബർ വെട്ടിയൊക്കെ ജീവിക്കുന്നത്. റബ്ബർ വെട്ടി കഴിഞ്ഞ് ഒരു 8-9 മണിയാകുമ്പോൾ ഓട്ടോയും കൊണ്ട് അങ്ങനെയുള്ള ഓട്ടോ ഉപജീവനമാർഗമൊക്കെ അതൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഓട്ടോ ഒന്നും ഇല്ലല്ലോ, മകർന്ന് സ്റ്റാൻഡിൽ പോയി കിടക്കുക, ബൈ ചാൻസ് കിട്ടിയാലോ. സാധാരണ ഇവിടെ വന്യമൃഗങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിക്കാറുണ്ടോ? അത് പിന്നെ പറയും, ആൾക്കാർ വിളിച്ച് പറയും. പിന്നെ വെളുപ്പിനൊക്കെ റബ്ബർ വെട്ടാൻ ചെല്ലുമ്പോൾ ഈ പന്നിയൊക്കെ കാണാം, ചെറിയ മൃഗങ്ങളെയൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഉപദ്രവിച്ചിട്ടൊന്നും ഇല്ല ഇതുവരെ. ഇത്രയും നാൾ ഇങ്ങനത്തെ ഒരു സംഭവമില്ലായിരുന്നു. ഇനിയിപ്പോൾ മനുഷ്യന് ഒട്ടുവേ ഇറങ്ങിയില്ല. 4:30 അവിടെ വെട്ടാൻ കയറി പോകും. ചേട്ടനും വെട്ടുന്ന ഒക്കെ വെച്ച് ഞങ്ങൾ വെട്ടുന്നു. ഇതുപോലെ ആന അങ്ങനെ ഉപദ്രവിച്ചതായിട്ടുള്ള ഒരു ആദ്യമായിട്ടുണ്ടായിരുന്നു. ഈ ചേട്ടൻ ഇത്ര നാളുടെ ഈ റബ്ബർ വെട്ടാൻ പോകുന്ന സമയത്ത് വല്ല ആനകളെ അങ്ങനെ വല്ലതും കണ്ടിട്ടോ അങ്ങനെ വല്ലതും ഉണ്ടോ? രാവിലെ വെളുപ്പിനെയോ? ചിലപ്പോഴെങ്ങാനും കണ്ടിട്ടേ ഉള്ളൂ. അത് ലൈറ്റ് വെട്ടം കാണുന്ന ചില ആനയെ അങ്ങ് പോകും. ഞങ്ങളല്ല, ഒരാൾ തന്നെയല്ല, പലരുണ്ട്. ചിലരെ കൂടെ വായൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇതുകൾ മാറിയൊന്നും ഏതെങ്കിലും തരത്തിൽ ഉപദ്രവം അതിനെ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് എതിർക്കും. ആന നമ്മളെ തിരിഞ്ഞു വന്നു. അങ്ങനെയൊക്കെ ഈ ആനയുടെ ശല്യം എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ശല്യം ചെയ്തിട്ടുണ്ട്, ആനയ്ക്ക് ദേഹോദ്രവമൊക്കെ ചെയ്തിട്ടുണ്ട്, ആന
ചിലപ്പോൾ ശല്യം ചെയ്യും. അല്ല നേരത്തെ എങ്ങാണ് ഇതുപോലെ ആന ഇവിടെയൊക്കെ വരുന്നതിന് അതിനെ ഭീഷണിപ്പെടുത്തി ഓടിക്കുമല്ലോ, പടക്കമൊക്കെ പൊട്ടിച്ച് ഓടിക്കുന്നുണ്ട്. അതിന്റെ പുറകെ പോയി എറിഞ്ഞ് ഓടിക്കുമ്പോൾ അതിന് ദേഷ്യം വരും. അതിന് അങ്ങനെ പലതവണയായി കഴിയുമ്പോൾ അതിന് ദേഷ്യം വരും, മനുഷ്യനെ കാണുമ്പോൾ ഉപദ്രവിക്കും. അതിന് ഇവർ ചെയ്യേണ്ടത് ഈ നാട്ടിൽ കടക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് കൊമ്പനാണോ പേടിയാണോ? കൊമ്പനാനെ. അവിടെ ഒരു തെങ്ങ് പെടുത്തി അത് തിന്നുന്ന ഭാഗം ഉണ്ടോ? ആ, തെങ്ങ് മറിച്ചിട്ടേക്കുന്ന തിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ ചെല്ലുന്നത്. ഇവൻ ചെന്ന് അന്നേരം ഇതിൻ്റെ ഈ ലൈറ്റ് വെട്ടമൊക്കെ കാണുന്നതും ആന അവിടെ നിന്ന് വരുന്നതും ഇവൻ താഴോട്ട് ശ്രദ്ധിച്ചിരുന്നു. ആന അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരും. അപ്പോൾ ഈ അനക്കമൊന്നും വരില്ല, കാരണം റോഡാണ്, ഇതുപോലെ റോഡല്ലേ. ആ ഒരു വീട്ടിലോട്ട് കയറി പോകുന്ന വഴിയാണ്. ആ വഴി കാടില്ലാത്തതുകൊണ്ട് ഒന്നും അറിയത്തില്ല. ആന ഇങ്ങനെ വന്നെങ്കിൽ താഴോട്ട് ശ്രദ്ധിച്ചിരുന്നു. ആന പുറകെ കൂടെ വന്നു എടുത്തിട്ടു അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ സംഭവിക്കാൻ വഴിയുള്ളൂ. ഈ റോഡിൻ്റെ മേശത്ത് കൂട്ടിയാൽ തന്നെ ഒരു 40 വീട് കൂടുതലുണ്ട്. 40 വീട് കാണും. ഒത്തിരി വീട് ആളില്ലാതെ കിടപ്പം. കുറേ വീട് ആള് സ്ഥലം മേടിച്ച് മാറിയവരുണ്ട്. ആ വീടൊക്കെ ചുമ്മാ കിടക്കും. കഴിഞ്ഞിട്ട് ചുമ്മാ ഈ പോരുന്ന തെങ്ങും പെടുത്തി കമുങ്ങും പെടുത്തി വരുമ്പം വീടിന്റെ മുറ്റത്തൂടെയൊക്കെയാണ് വരുന്നത്. ചിലപ്പം രാത്രിയിൽ ഗ്രഹപ്പഴിക്ക് മനുഷ്യന് അനക്കം കെട്ടരുത് ആന മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഭിത്തിയോട് ചേർന്ന് നിൽക്കും. ആന ഇങ്ങനെ നിൽക്കും. വലിയ മുറ്റമൊന്നും ഇല്ലല്ലോ. മുറ്റമില്ല നിൽക്കുമ്പോൾ ആന ഒരു മുറ്റത്ത് നിൽക്കുമ്പോൾ ആ മുറ്റം നിറച്ചു ആന. അപ്പം അങ്ങനെ തന്നെ വാതുക്കൽ ഭിത്തിയോട് ചേർന്നൊക്കെയാണ് നിൽക്കുന്നത്. വാതുക്കൽ ഇങ്ങനെ ഇറങ്ങുന്ന തന്നെ ആനയുടെ വയറ. അങ്ങനത്തെ ഒരു ചില വീട്ടിലൊക്കെ അങ്ങനെ നടന്നിട്ടുണ്ട് ഈ കഴിഞ്ഞിടയ്ക്കോട്ട്. പക്ഷെ അന്നേരം ഒന്നും ആനകൾ ഉപദ്രവിച്ചിട്ടില്ല. ഒന്നുമില്ല. അന്നേരം നമ്മുടെ കാണുമ്പോഴേ ഇറങ്ങി പോകും. പക്ഷെ ഇത് ആദ്യമായിട്ട് എങ്ങനെ ഇത് ഇങ്ങനെ ആന നിരന്തരം പേടിയൊക്കെ കേട്ടെ അത് അതിന്റെ കലിപ്പ് കാണും. ഈ മൈക്ക് വിളിച്ചു പറയുന്നില്ലേ? ഞാനിവിടെ ഇപ്പം പോയിട്ട് വരും. വിജയന്റെ വീട്ടിൽ പോയി. അപ്പൊ അവിടുന്ന് ബോഡി കൊണ്ടുപോയി. കളക്ടർ വന്നായിരുന്നു. വന്ന് കളക്ടറുടേതായ രീതിയിലുള്ളതായ കാര്യങ്ങൾ അദ്ദേഹം കുടുംബക്കാരോട് പറഞ്ഞു. അങ്ങനെ സംഭവിച്ച് ബോഡി കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. പോസ്റ്റ്മോർട്ടത്തിന് MLA-യോടും ഒക്കെ ആരംഭിക്കുന്ന ഫോറസ്റ്റ് എല്ലാ നല്ലവരായ ജനങ്ങളും കുട്ടികൾ അടങ്ങുന്ന എല്ലാ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒന്നായി അണിചേരണമേ എന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മൃഗത്തെ അവിടെ നിർത്തുകയാണെങ്കിൽ, ഞങ്ങളുടെ അതിർത്തിക്ക് അപ്പുറത്ത് നിർത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. അതുങ്ങൾക്ക് അവിടെയും ജീവിക്കാം, ഞങ്ങൾക്ക് ഇവിടെയും ജീവിക്കാം. വയനാട് പോലെ അല്ല ഈ ഏരിയ, മലയോര പ്രദേശമാണ്. ആളിനെ കൊല്ലുന്നത് ആദ്യം. ഇവിടെ ഒരു തരത്തിലും മുമ്പോട്ട് ഞങ്ങൾക്ക് പോകാൻ വയ്യാത്ത സാഹചര്യമാണ്. എന്നും പറഞ്ഞ് ഞങ്ങൾ ഇത് ഇട്ടേച്ചു പോകാനല്ല, ഞങ്ങൾ ഇതിനെ നേരിടാനാ. ഇട്ടേച്ചു പോകുന്ന ആരും വിചാരിക്കേണ്ട ഇട്ടേച്ച് ഞങ്ങൾ പോകില്ല. പക്ഷെ ഞങ്ങൾ നേരിടും. നേരിട്ടാ പിന്നെ ഇവരെല്ലാം ഇങ്ങ് വരും, ഇങ്ങോട്ട് വരും, വരികയല്ലേ? അതിനു വേണ്ടിയുള്ള പരിപാടിയാണ്. ഞങ്ങൾ ഇവർ ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ നേരിടും. അപ്പോൾ ഈ വീട്ടിലേക്ക് പോകാൻ 2 വഴിയാണുള്ളത്. ഒരു വഴി ഇതുപോലെ നടന്ന് കയറി പോകണം, അപ്പുറത്തൂടെ ഒരു വഴിയുണ്ട്. നല്ല കയറ്റമാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഈ പടി കയറി അങ്ങ് ഏറ്റവും മുകളിലായിട്ടാണ് ആ വീടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ആന കയറിയ സ്ഥലം ഒന്ന് കാണാം. ഇപ്പോൾ സമയം 10 മണി. 10:30 കൂടി ഇവിടെ നിന്ന് താഴെ ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ മാർച്ചുണ്ടെന്ന് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു. പ്ലാപ്പള്ളിയിൽ കൂടിയുള്ള മരത്തിൽ കൂടി വരുമ്പോൾ എത്തുന്ന ഒരു ജനവാസ മേഖലയാണിത്. അവിടെയാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും മുകളിലാണെന്ന് പറഞ്ഞ് 1/2 കിലോമീറ്ററോളം മുകളിലേക്ക് കയറാനുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. കൃത്യമായിട്ട് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ആ ചേട്ടൻ ഓട്ടോ ഓടിക്കുമായിരുന്നു. അവിടെ ഒരു വീടുണ്ട് കേട്ടോ. നല്ല കയറ്റം കേട്ടോ, ഭയങ്കര കയറ്റം കേട്ടോ. ചേട്ടാ ഇവിടെ ആന കയറി.
ഇനി ഒത്തിരി ഉണ്ടോ? ആന വന്ന ഈ തെങ്ങെല്ലാം അടുത്ത ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ആന തെങ്ങിന് ശബ്ദം കിട്ടും ചെല്ലിരുന്നു. അപ്പോൾ ഇവൻ ഇറങ്ങി വന്നാൽ മിറ്റത്തോട്ട് റോഡ് ഇങ്ങോട്ട് വലിയ ആന തെങ്ങിൻ ചൂട്ടിൽ നിന്ന് നിലത്തോട്ട് അടിച്ചു പോയി. രാത്രി 1 മണിയായി ശബ്ദം കേട്ടോണ്ട് വന്നതാ. ഈ തെങ്ങിൻ്റെ തെങ്ങ് വീട് വീടിന് ശബ്ദം കേട്ടോണ്ട് ശബ്ദം കേട്ട് വന്നതാ. ശബ്ദം കേട്ട് വന്നപ്പോഴാ ബിജുവിനെ കണ്ടത്. ബിജുവിനെ അപ്പോഴത്തേക്കത് തുമ്പിക്കൈയെ ചുരുട്ടി നിലത്തടിക്കും. ഒറ്റയടിയെത്തി. പക്ഷേ അപകടം നടക്കുന്നത് ആദ്യമായിട്ടാണ്. ഞങ്ങൾ 3-4 പേര് കൂടി ഇന്ന് ഒച്ച വെക്കുമ്പോൾ ഇതങ്ങ് മാറിപ്പോവും. പിന്നെയും കുറെ കഴിയുമ്പോൾ വരും. പിന്നെ മനുഷ്യൻ ഇങ്ങനെ കിടക്കുമ്പോൾ ഉറങ്ങുകയൊക്കെ ആയിട്ട് ഇങ്ങനെ പരിപാടി എന്ത് ചെയ്യാൻ. ആനയെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലെ ചക്കയും പറിച്ച് കവുങ്ങും പറിച്ച് തെങ്ങും പറിച്ച് ഇങ്ങനെ മൊത്തം ബാക്കി അങ്ങനെ കൃഷി നശിപ്പിക്കുന്നതും പരിപാടിയേ ഉള്ളായിരുന്നു. ഇന്നലെ ആദ്യമായിട്ട് മനുഷ്യന്റെ ഇത് മനുഷ്യനെ അതിങ്ങനെ ചക്കവാഴ സമയമാകുമ്പോഴത്തേനും കൂടുതലായിട്ട് ആന വരും. ബാക്കിയുള്ളതെല്ലാം വന്ന് കവുങ്ങും പറിച്ച് തെങ്ങും പറിച്ച് പോവുള്ളായിരുന്നു. ഇത് ഇങ്ങനെ ഇന്നലെ ഈ ഒച്ച കേട്ടുകൊണ്ട് മുറ്റത്താണുള്ളതും കൊണ്ട് ഒച്ച കേട്ടുകൊണ്ട് ഇറങ്ങി ചെന്നപ്പോഴത്തേനാ ആനയുടെ കീഴെ അകപ്പെട്ട് പോയി. അകപ്പെട്ട് പോയാ എടുത്തൊരടിയും വെച്ചു. ഇത് കണ്ടില്ല, ആന തൊട്ടടുത്ത് നിന്ന് കണ്ടില്ല. അവൻ കണ്ടു കാണത്തില്ല. കണ്ടാലും അവൻ രക്ഷപ്പെട്ടെ. ഞാൻ അത്രയും വെച്ചാൽ അവന് പേടിയൊന്നും പറയുന്നില്ല. ഇരട്ടത്തായോണ്ട് കണ്ടു കാണത്തില്ല. അരിവിളക്കിന്റെ വെട്ടമേ ഉള്ളായിരുന്നു. അതായത് എനിക്ക് ഉറക്കത്തിൽ നിന്ന് ചാടി എണീച്ച് കഴിഞ്ഞപ്പോഴേ അടുത്താന്ന് അറിഞ്ഞു കാണുകയല്ല. അതാ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കണ്ട ശരിയത്. അത് കൊമ്പനാനയായോണ്ട്. കൊമ്പനാനല്ലേ? കൊമ്പനാന അത് ഒത്തിരി നാളായിട്ടുണ്ടെന്ന് ഞങ്ങൾ എപ്പോഴും കാണുന്ന ലൈറ്റൊക്കെ അടിച്ച് വെച്ച് ഒച്ച വെക്കുമ്പോഴത്തേന് ഇതങ്ങ് മാറിപ്പോവും. മാറിപ്പോയി മാറി അങ്ങ് പോയി ചാലിയിലേയും പോയി ഇങ്ങനെ ചക്കൊക്കെ പറിച്ച് തിന്ന് വെളുപ്പാകുമ്പോൾ ഇറങ്ങിയാൽ പോവും. അങ്ങനെയൊക്കെ പകലങ്ങ് മാറി നിൽക്കും. കാട്ടിലെ ഉള്ളിലോട്ട് കയറി വൈകിട്ടാകുമ്പോഴത്തേക്കും ഇറങ്ങും. കൂടെ എല്ലാം ഇങ്ങനെ ഏരിയ കിടക്കുമല്ലേ, ഏരിയ കൂടെ എല്ലാം നടന്ന് തെങ്ങുമൊക്കെ പറിച്ച് അവിടെ ഈ വാർഡിൻ്റെ മെമ്പറുണ്ട്. ആ മെമ്പറുടെ മുറ്റത്ത് നിന്ന് ഒരു തെങ്ങ് പറിച്ചു, വാഴ പറിച്ചു, ഇതെല്ലാം പറിച്ച് തിന്ന് പതിയെ തിന്ന് വന്നപ്പോൾ ഈ സമയമായത് 1 മണിയൊക്കെ ആയത്. അപ്പോൾ അവൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇവരുടെ പറമ്പാ നിൽക്കുന്നത്. ആ പറമ്പിൻ്റെ പറമ്പിൽ തെങ്ങ് വീഴുന്ന കേട്ടോണ്ട് അവൻ ഇറങ്ങി വന്നു. അങ്ങനെ വന്നു. എല്ലാവരും ഫോൺ വിളിച്ചിരുന്നു. പക്ഷേ ഇന്നലെ ഈ ഏപ്രിൽ മാസം ഇത് ഫോണെടുത്ത സംഗതി ഒരുമാതിരിപ്പെട്ടൊന്നും ഫോണെടുത്ത് വിശ്വസിക്കത്തില്ല. പിന്നെ ഇതെല്ലാം പറഞ്ഞു പിന്നെ ഒറിജിനലെല്ലാം പറഞ്ഞ് സംഗതി ആൾക്കും എല്ലാം കൂടി മരിച്ച ആളുടെ ചേട്ടൻ താഴെ ആ റോഡ് സൈഡിലാണ് താമസിക്കുന്നത്. എല്ലാവരും വന്നു. ഇവരൊക്കെ വന്നു. ആന അത് കഴിഞ്ഞ് പോകുന്ന ഫോറസ്റ്റുകാരൻ വന്നു കഴിഞ്ഞാൽ പടക്കം പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇതുകൊണ്ട് വെടിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആന അങ്ങ് കാട്ടിലോട്ട് കയറി പോയത്. അതുവരെ ആന ആ താഴെ മാറി നിൽക്കുമായിരുന്നു. അങ്ങനെ പോയി പറഞ്ഞാൽ ഒറ്റ മനുഷ്യന് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കും കുടിക്കാൻ പോകത്തില്ല. അവിടെ ആവാപ്പാടെ ഉള്ള ഒരു സ്ഥലം വെള്ളമാണ്. പിന്നെ ഈ കുടിവെള്ളം മാത്രമേ ഉള്ളൂ ഇവിടെ. അവിടെ കിണർ പോലെ എന്തെങ്കിലും കുളമുണ്ട്. അതെല്ലാം ഇടിച്ചിട്ടിരിക്കുക. കുളിക്കാൻ പോകുന്ന ഒരു 3 മണിക്ക് മുമ്പ് കുളിച്ചിട്ട് പോരും. സന്ധ്യ കഴിഞ്ഞാൽ 4 മണി 5 മണി ആരും കുളിക്കാൻ പോകല്ലോ. പെണ്ണുങ്ങളൊക്കെ തന്നെയുള്ള പേടിയാണ്. ഇവിടെ എല്ലാവരും ഈ തൊഴിൽ മേഖല കുറവായതുകൊണ്ട് എല്ലാവരും ആണുങ്ങളൊക്കെ പണിക്ക് പോകും. പിന്നെ സ്ത്രീകളൊക്കെ തന്നെയുള്ളൂ. പിള്ളേരും ഒക്കെ ഉള്ളവരായതുകൊണ്ട് അവർ ആ കണ്ടീഷനിൽ ജീവിക്കുന്നവരായതുകൊണ്ട് അങ്ങനെ ഉച്ചയ്ക്ക് മുമ്പൊക്കെ പോയി കുളിച്ചിട്ട് വരുവാ. ഉച്ചയ്ക്ക് മുമ്പേ ഇപ്പൊ ഈ വേനൽക്കാലം കൊണ്ട് ആയതുകൊണ്ട് വെള്ളം കൂടെ കുറവ്, വെള്ളമില്ല. നിങ്ങളത് കുടിക്കാനൊക്കെ വരുമായിരിക്കും? കുടിക്കാനാണ് ഫോറസ്റ്റുകാർ കുളമൊക്കെ കൊത്തിയിട്ടിട്ടുണ്ട്. ഇതിനകത്തിറങ്ങി കുടിക്കത്തില്ല. കല്ല് കെട്ടി കുളം ഉണ്ടാക്കിയിരിക്കുന്ന വെള്ളം അപ്പുറത്തുണ്ട്. അവിടുന്ന് ആ കുളത്തിൻ്റെ അവിടെ പോയിട്ട് ഇരുന്ന് സന്ധ്യ വരെ നിന്നേച്ച് വൈകിട്ട് സന്ധ്യാകുമ്പോൾ കയറി വരുന്നു. കുടിച്ചിട്ട് കയറി വെള്ളം കുടിക്കാനും എല്ലാം അവിടെ വെള്ളമുണ്ട്. ആ വെള്ളം ഉള്ളിടത്ത് പോയി അവിടെ പകല് മാറി നിൽക്കും. വൈകിട്ട് രാത്രി ആകുമ്പോൾ ഈ കൃഷി സ്ഥലത്ത് കയറും. അങ്ങനെ ഈ സമയത്താണ് ചക്കയുടെ സമയം. ചക്കയും എന്തെങ്കിലും തിന്നാനുള്ള പറമ്പിൽ കയറി കണ്ടവാനം ചെല്ലും. മഴക്കാലം നല്ല മഴക്കാലം ആകുമ്പോൾ പോകും. ഒന്നും തീരെയില്ലല്ലോ നമ്മുടെ കാലായിൽ. അല്ലെ വലിയ കൊക്കോയോ അല്ലെ അങ്ങനെയുള്ളതൊക്കെ അല്ലേ ഉള്ളൂ. ചക്കയും തെങ്ങും കവുങ്ങും മതി ആനയ്ക്ക്. ഒരു ജീവനെ നഷ്ടപ്പെട്ടു. ഈ പറയുന്ന വീടും പിന്നെ കാടുമായിട്ട് എന്തുമാത്രം ദൂരമുണ്ട് ഈ നല്ല സംഭവം? ഇവിടുന്ന് ഒരു 200 മീറ്റർ കാണും കാടുമായിട്ട് അല്ലേ? 200-250 മീറ്റർ. ഈ കാണുന്ന വീടുകളൊന്നും താമസമില്ല കേട്ടോ. അപ്പോൾ മുൻപ് ഇവിടെ താമസമുള്ള വീടുകളായിരുന്നാണ് പറഞ്ഞ്. ഇപ്പം താമസമില്ല. അപ്പോൾ ഇവിടെ താമസമുണ്ട്. ഇവിടെ ഒന്നും താമസമില്ല. ഏകദേശം ഒരു 10-15 വീടോളം ഇവിടെ താമസമില്ലാത്ത വീടുകളുണ്ടെന്നാണ് പറഞ്ഞത്. ഉള്ള ചേട്ടന്മാരൊക്കെ പറഞ്ഞ് ഇവിടുത്തെ പ്രധാന കൃഷികൾ കൊക്കോയാണ്. ഇവിടെ താമസമുണ്ട് കേട്ടോ. ഇവിടെ താമസമുണ്ട്. കഥ തുറന്ന് നടപ്പുണ്ട്. ഇതുണ്ടോ ചക്ക കിടക്കുന്നുണ്ടോ? ഈ ചക്കയൊക്കെ തിന്നാനായിരിക്കും ഞാൻ വരുന്നത്. ഇതുവഴിയാണ് പോകുന്നത്. എനിക്കറിയത്തില്ല, വഴിയൊന്നും അറിയത്തില്ലല്ലോ. ആരോടാ ചോദിക്കുന്നത്? നല്ല ആനച്ചൂരിൻ്റെ സ്മെല്ല് കേട്ടോ.
ഇവിടെ നല്ല സ്മെല്ലുണ്ട് ആനയുടെ. ആനപ്പണ്ടതിൻ്റെയൊക്കെ സ്മെല്ലായിരിക്കും. അവിടെ ആൾക്കാരെ കൊണ്ട് ഇതാണെന്നോ വീടെന്ന് എനിക്കറിയത്തില്ല. നോക്കട്ടെ, ഇതാണെന്നോ വീട്. ആ ചേട്ടൻ്റെ വീട് ഇതാട്ടോ. ഇതാണ് വീട്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരും MLA എല്ലാ സ്ഥലത്തുണ്ട്. ഈ വീട്ടിലേക്ക് കയറി പോകുന്ന വഴിയാണ്. നമ്മളപ്പുറത്തെ സൈഡിൽ കൂടെ നടന്ന് കയറി വരുമായിരുന്നു. ഇതൊരു റോഡുണ്ട്. ഇത് എവിടെയാണ് നടന്ന് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല. അവിടെ 2 ചേട്ടന്മാരും ഉണ്ട്. ചേട്ടന്മാരോട് ചോദിക്കാം, ചേട്ടാ ഈ സംഭവം എവിടെ നടക്കുന്നത്? എവിടെയായിട്ട് ആന? എവിടെ? ഒന്ന് കാണിക്കാം, സ്ഥലം കാണിക്കാം. എവിടെ ഒന്ന് കാണിച്ചു എവിടെയാണ്? ഓ ആണല്ലേ, ഇവിടെ ഇല്ലേ? ഇല്ല, ആണോ? ഇവിടെ വെച്ചായിരുന്നു സംഭവം നടക്കുന്നത്. ആണല്ലേ, ആളുടെ ചെരുപ്പല്ലേ? അപ്പോൾ ഈ ലൈറ്റ് അല്ലേ? ആന മോളി നിൽക്കുമായിരുന്നല്ലയോ? ആണല്ലയോ? ആഹാ, തെങ്ങ് പറിക്കുന്ന ഒച്ച കേട്ടോണ്ടാ പുള്ളി ഇറങ്ങി നോക്കിയത്. പക്ഷെ തെങ്ങ് മേളിലല്ലേ വീണേ? പുള്ളിയുടെ വീടില്ലേ? അതെ. ഇത് ഞാൻ ഇവിടെ ശബ്ദം കേട്ടെ. എവിടെ ശബ്ദം കേട്ടെന്ന് രാത്രിക്ക് അറിയത്തില്ലല്ലോ. രാത്രി 1 മണി ശേഷമാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ആന സാധനം താഴെ കയറി വരാറ്. അപ്പോൾ ആ ഒരു ലക്ഷ്യം വെച്ചാൽ പുള്ളി ഇവിടെ നിന്നത്. വെട്ടം അടിച്ച് നോക്കിയത്. അപ്പം മിഞ്ഞാന്ന് ആന വന്നു. അപ്പോൾ ആ വന്ന ലക്ഷ്യം വെച്ചാൽ പുള്ളി നോക്കി അങ്ങോട്ട് നോക്കിയത്. അപ്പോൾ ആന ഇങ്ങനെ പുറകെ കൂടെ വന്നല്ലേ? അറിഞ്ഞില്ല. വന്ന് ആന ഇതിലെ വീട്, ആ വീടിൻ്റെ മുറ്റത്തുള്ള കയറി അങ്ങനെ കറങ്ങി ഈ തെങ്ങ് കുറച്ച് കേട്ടോണ്ടാണ് പുള്ളി ഇറങ്ങി നോക്കി. ഈ വീട്ടിൽ താമസമുണ്ടോ? ആടെ താമസം എടുത്ത് ആന വന്നു. ആണല്ലേ? പുള്ളിക്കാരൻ ജനലും തുറന്നിട്ട് കിടക്കുക. ആണല്ലേ? മുറ്റത്തൂടെ പോവുകയും വരും. ആ വീട്ടിലെ പുള്ളി ആന അതിനെ കയറിയേ. ആ വീട്ടിലെ വാഴയും അതുമെല്ലാം തിന്നിട്ടേ ആ വീടിന്റെ മുറ്റത്തൂടെ കയറി ഇങ്ങോട്ട് വന്നു. ഈ തെങ്ങ് പിടത്തി ഇത് ഇതിന്റെ സൗണ്ട് കേട്ടോണ്ടാ ചേട്ടാ? ഇത് ചെയ്തിട്ടാണ് പുള്ളി അങ്ങോട്ട് കണ്ടുവരാം. ഇത് ലാസ്റ്റ് ഭാഗമാണ്. കൊടിയിൽ തൊട്ടുമ്പോൾ സംഭവം അത്ര ഇവിടെ ഈ ജനലും തുറന്നിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ ചേട്ടൻ കണ്ടോണ്ടിരിക്കുവാ ഞാനിവിടെ ഈ മറിക്കുന്നതൊക്കെ? അതിന്റെ പുള്ളി അറിഞ്ഞില്ല. പുള്ളി അറിഞ്ഞായിരുന്നെങ്കിൽ ഈ സംഭവം നടക്കും. പുള്ളിയിലെ കിടന്ന് വേളം പറ്റും. പുള്ളി അറിഞ്ഞില്ല ആന വന്നല്ലയോ? പുള്ളി അറിഞ്ഞില്ല. ഓ, ഇതുവഴിയൊക്കെ ആന വന്നേ. ഇവിടെ ഈ വാഴ എടുത്ത് അടിച്ചു കുറച്ച് തിന്നിട്ടേ ഇതിലെ ഇറങ്ങി അതിലെ ആ കിണറിന്റെ സൈഡ് വഴി ഇറങ്ങി അങ്ങോട്ട് ആന കാല് കണ്ടു. എവിടെ? കാൽപ്പാടൊക്കെ ഇതൊക്കെ അല്ലയോ? വലിയ ആനയാന്ന് തോന്നല്ലോ. അപ്പുറത്ത് കാണണം ഭയങ്കര ഒരു കാൽപ്പാടം. ആണല്ലേ? കണ്ടില്ല? ആണല്ലേ? ഇവിടെ എല്ലാം ഉണ്ടല്ലോ. ഇവിടെ എല്ലാം ചവിട്ടി ഇട്ടിരിക്കുന്നു. വാഴയെല്ലാം തിന്നു. പക്ഷെ ഈ വാഴയെല്ലാം തിന്നിട്ട് ഇവിടുത്തെ ശബ്ദം കേട്ടിട്ട് ഇവിടുത്തെ ഈ വീട്ടിലെ ചേട്ടൻ അറിഞ്ഞില്ലല്ലോ? ആരും അറിഞ്ഞില്ല. എൻ്റെ ഇവിടെ നിന്ന് വാഴയെല്ലാം ആണ് തിന്നു കേട്ടോ. നല്ല ഉഷാലായിട്ട് തിന്നിട്ടെ. അപ്പൊ ഞാൻ ഇതുവഴിയായിരിക്കും ചേട്ടാ കയറി വന്നേ? ഇതിലായിരിക്കും കയറിയ സാധ്യത. അതല്ലാതെ വേറെ കാൽപ്പാട് കാണുന്നില്ല. ഇത് താഴെ കൂടി ഇങ്ങനെ കയറി വന്നാൽ ഇങ്ങനെ കയറി വരാം അല്ലയോ? അതിലൂടെ അതിലൂടെ കയറി ഇതിലെ കയറി വന്നു കാണും. ഇതിലെ വന്നിട്ടായിരിക്കും ഇങ്ങോട്ട് കയറി ഇതെല്ലാം തിന്നിട്ടാ അങ്ങോട്ട് പോയത്. ഓ, ഇത് വനോ അല്ലയോ? അത് വനം, ഇത് റബ്ബറും തോട്ടം അല്ലയോ? അതുവഴി ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറി വന്നായിരിക്കും അല്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ അതിലൂടെ തന്നെ അങ്ങോട്ട് കയറുമായിരുന്നു, ഡയറക്റ്റായിട്ട് കയറുമായിരുന്നു. ഇതൊരു പുതിയ ആനയാണ് ഇവർ പറയുന്നത്. ആന ഇതിലെ വന്ന് ഇത് ആദ്യം ഇത് കഴിക്കുന്നു. ഇത് കഴിച്ചിട്ട് ഇതിലെ ഇനി പോലെ ഇതിലെ കഴിച്ച് ഇതിലെ ആന പോകുന്നു. ഇതിലെ വന്ന് ഇത് കഴിക്കുന്നു. ഈ കാല രണ്ടും തിന്നു. ആന ഇവിടെ കാലിറങ്ങി ഇവിടെ ഇറങ്ങാണ്. ഇതിലെ ആന നേരെ ഇങ്ങോട്ട് പോരുക. ഭയങ്കര കാല് കേട്ടോ. ഭയങ്കര നല്ല നഖമാണ്. ഫ്രണ്ട് അങ്ങോട്ടാണ് ഞാൻ തിന്നു വന്നത്. ഇതിനെയാണ് താഴെ ഇറങ്ങി. ഈ വാഴ തിന്നു.
ഇത് ഉറച്ചു പറത്തി വെള്ളം തിന്നു. ഇത് കാൽപ്പാട് കണ്ടില്ലേ? ഇവിടെ നിന്ന് അവിടെ നോക്കി, അവിടെ നോക്കിയിട്ട് ഇത് ആന ഇവരെ ഇറങ്ങി വന്നു. ഇവിടെ വന്ന് കറക്റ്റായിട്ട് കാൽപ്പാട് കിടപ്പുണ്ട്. അങ്ങനെ തന്നെ ആന വന്നു. വീട്ടത്തി അറിയാണ് ഇതിലെ ഇറങ്ങി. ഇത് ഇറങ്ങിയാണ് നേരെ ഈ പോകുന്നത്. ഈ വഴിയെ നേരെ പോന്നിട്ട് ആന തൊട്ടില്ല. ആന ഇവിടെ എത്തി. അപ്പൊ ഈ ചേട്ടൻ ഈ ഇവിടെ കട്ടിലെ കിടന്നിട്ട് ചേട്ടൻ അറിഞ്ഞില്ല? അറിയത്തില്ല. അനക്ക് അവിടെ ശബ്ദം ഒന്നുമില്ലല്ലോ. അയ്യോ, ആന ഇവിടെ വന്നു. ആ കാൽപ്പാട് ഇവിടെ നാണിങ്ങനെ വന്നു. ഇവിടെ നാണിങ്ങനെ വന്നു. ഇതിലേ വന്നു. ഇവിടെ എല്ലാം കാൽപ്പാടും താന്നു പോയല്ലോ. ഇതിലെ ആന താഴെ ഇറങ്ങി. താഴെ ഇറങ്ങി അനീ വഴിക്ക് നടന്നു പോകുന്നു. ഇവിടെ വരെ വന്നു. ഇത് നേരെ ഇന്ന മരമൊക്കെ തട്ടി താഴി കൊടുക്കണം. ഇങ്ങനെ കയറി ഇതിലെ ഇങ്ങനെ വന്നു. ഇതിലേ വന്നാണ്. ഇതിലെ കയറി തെങ്ങ് കിടത്തി. ഇതിലെ കയറിയിട്ടുണ്ട്. ഇതിലെ കയറി തെങ്ങ് കിടത്തി. ഇവിടെ നിന്ന് തീറ്റിയെല്ലാം കഴിഞ്ഞ് ആന കൊണ്ടുവിട്ടു. അതിനുശേഷമാണ് ഇതിലെ അങ്ങോട്ട് ഇറങ്ങി ആ റോഡ് ഡയറക്റ്റ് പോകാൻ. ഇതെല്ലാം ഓടിഞ്ഞപ്പോൾ ശബ്ദം അവിടെ കേട്ട് കാണും. ഇവിടെ ശബ്ദം കേട്ടെന്ന് വെച്ചാൽ അറിഞ്ഞു കാണുക. 1 മണി 2 മണിയൊക്കെ ആയ സമയങ്ങളല്ലേ, നല്ല ഉറക്ക സമയം. അപ്പോൾ ഇവിടെ ഈ ശബ്ദം കേട്ടെന്ന് അറിഞ്ഞു കാണുക. അങ്ങനെ ആ ഭാഗത്തിന് സാധാരണ മിനിഞ്ഞാൻ ആന അവിടെ നിന്നാണ് വന്നത്. അപ്പോൾ ആ ഭാഗത്തേക്ക് വന്നുകൊണ്ടാണ് അവിടോട്ട് നോക്കി നിന്നത്. അങ്ങോട്ട് ശ്രദ്ധിച്ചു പോയത്. അയ്യോ, അപ്പം കുറച്ച് കഴിയുമ്പോൾ ആന ഇവിടുന്ന് അങ്ങോട്ട് ഓടി വരികയായിരുന്നു പറയുന്നത്. ഓ, ആന ഓടി വരിക. ചേച്ചി പറഞ്ഞു, ചേച്ചി ലൈവായിട്ട് കണ്ടെന്നാണ് പറയുന്നത്. അയ്യോ, ചേച്ചി ചേട്ടനോട് ആനയെന്ന് പറഞ്ഞു. ആനയെന്ന് പറഞ്ഞു. ചേച്ചി ആനയെന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേനും എങ്ങനാ ആ പുള്ളിക്ക് പോകുന്ന സമയം കിട്ടിയിരുന്നതാണ് വെഗമന ശരിയാണെങ്കിൽ. ഈ പുള്ളി അങ്ങോട്ട് ചേച്ചി ഓടി. സംഭവം ഇതുവരെയുള്ള അറിവുകൾ, പറഞ്ഞ അറിവുകൾ, കണ്ടതല്ല, പറഞ്ഞുള്ള അറിവുകളാണ്. രാവിലെ ലൈവ് കൊടുത്ത് കണ്ടുകൊണ്ട് ഉള്ള അറിവുകളാണ്. കൊമ്പനാനെ അതെയോ? മരണം മരണം നടക്കുന്ന ആദ്യമായിട്ട് ആനയാർക്കും എപ്പോഴും ഉണ്ട്. 10 ഇവിടെ മൊത്തം കുടിയേറ്റ ആൾക്കാരാണ്. എല്ലാം കുടിയേറ്റ കർഷകർ തന്നെയാണ് ഇവിടെ. അതായത് ഇവിടെയൊക്കെ വന്ന് താമസിക്കുന്നവരാണ് മൊത്തം. ആന അടിച്ചു വിടുന്നത് നമ്മുടെ ഇവിടെ ആദ്യമായിട്ട് മരണം സംഭവിച്ചത്. മരണം സംഭവിക്കണ്ടേ, പക്ഷെ ആന വന്ന് എല്ലാവരും ആൾക്കാരെല്ലാം അന്തരം കൂടും. അന്നത്തെ ആനയ്ക്ക് പേടിയില്ലായിരുന്നുള്ള പേടി ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴത്തെ ആനയ്ക്ക് പേടിയില്ല. പണ്ടെല്ലാം ആന ഇറങ്ങുന്നുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും നാട്ടിലോട്ട് ഇത്രയും കയറത്തില്ല. അത് ഇതിലേ കൂടെ ഇറങ്ങി പുള്ളി അടിച്ചു വന്നിട്ട് അതിലേ താഴോട്ടങ്ങ് ഇറങ്ങി. പറഞ്ഞിട്ട് അങ്ങേ സൈഡും വനം അല്ലയോ? അതും വനം അല്ലയോ? ഓ, ആണല്ലയോ? ഇതിലേ വന്ന് അതിലെ അതുവഴി വന്നിട്ട് തിരിച്ചില്ല വന്നിട്ട് ഇവിടെ ഇറങ്ങി അതിന് താഴെ ഇറങ്ങി കൊലയും ചെയ്തിട്ട് ഇത് ഈ റബ്ബറും തോട്ടം കഴിഞ്ഞ് താഴോട്ട് കഴിഞ്ഞാൽ പിന്നെ വനം അങ്ങേ സൈഡ് അല്ലയോ? മൊത്തം വനം. എല്ലാ പ്രാവശ്യവും അതുവഴി ആന വരുന്നേ. എല്ലാ പ്രാവശ്യം താഴെ വഴി ആന കയറി വരുന്നത്. പുള്ളി താഴെ അവിടെ നിന്ന് താഴോട്ട് ലൈറ്റ് അടിച്ചു. പക്ഷെ ഇതിലൂടെ വരുമെന്ന് പുള്ളിക്ക് പ്രതീക്ഷയില്ല. ഭയങ്കര സംഭവിച്ചു. ഞങ്ങളെല്ലാം ഒരുമിച്ച് സ്റ്റാൻഡിൽ കിടന്ന് ഓട്ടോ ഓടിക്കുന്നു. ആണല്ലേ? സ്റ്റാൻഡിലെ ഓട്ടോക്കാരാ. നിങ്ങളെല്ലാവരും അവിടുത്തെ ഓട്ടോക്കാരല്ലേ? ആന അതിലേ വന്നിട്ട് തീറ്റയും കഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന പുള്ളി അവിടെ പുള്ളി ഇവിടെ നിൽക്കുവായിരുന്നു. ഈ ഭാഗത്ത് ഇവിടെ നിൽക്കുവായിരുന്നു. ചേച്ചി അവിടെ നിൽക്കുവായിരുന്നു. ആണോ? ചേച്ചി ഇവരുടെ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ. ഇറങ്ങി വന്നത്. അവർ രണ്ടും ഇറങ്ങി വന്നു. അവരോർത്ത് പണ്ട് അതിലല്ലേ ആന ഇറങ്ങി കയറി വന്നു. അവിടെ നിൽക്കുവാന്നുള്ള പ്രതീക്ഷയില്ല പുള്ളി നേരെ വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. പക്ഷെ ആന അന്നേരം ഇതിലെ ഇങ്ങനെ കയറി വരുന്നത്. ആന അതിലേ കയറി അവർ ആ വീടിന്റെ പുറകെ കൂടെ വന്ന് നേരെ ഈ റോഡ് ഈ തെങ്ങ് എടുത്തോണ്ടിരുന്നപ്പം അവർ സൗണ്ട് കേട്ട് അവരിവിടെ വന്നു. ഇവിടെ വന്നതിന് പുള്ളിക്കാരനെ ചേച്ചി അവിടെ വന്നു. പുള്ളിക്കാരൻ ഇപ്പൊ തന്നെ ഇവിടെ വന്നു. ഇവിടെ വന്ന് ഇങ്ങനെ അങ്ങോട്ടല്ലേ നോക്കുന്നേ. അവിടെ ആന വരുന്ന സൈഡല്ല. പക്ഷെ അവിടോട്ടൊക്കെ ലൈറ്റ് അടിച്ചതിന് ഈ ലൈറ്റ് വെട്ട ആന കണ്ടു. ഇതിലെ ആന അപ്പത്തിന് ഈ റോഡ് ഓടി, ഈ റോഡിൽ കൂടി ഓടി വന്നിട്ട് ഇവിടെ പുള്ളിക്ക് മാറാൻ പറ്റി. ഇത്ര ദൂരം ഇവിടെ നിൽക്കാൻ പ്രതീക്ഷിക്കാം. കാട്ടിൽ കയറി കാണില്ല. ഇവിടെ ആന തൊണ്ടിലേക്ക് കിടക്കുന്നതാണ്. കാറിന്റെ പുറകെ പറഞ്ഞു. അതല്ലേ? അതിന്റെ പുറകെ കാലിന്റെ പാടുണ്ടല്ലേ? അതല്ലേ? എടുത്ത് എറി വരയ്ക്കുന്നു. ഇതായിട്ട് കത്തി കിടക്കുവായിരുന്നു സംഭവം കഴിഞ്ഞിട്ട്. രാത്രി ഇവിടെയുള്ള ആൾക്കാരൊക്കെ കൂടി എല്ലാവരും എത്തിച്ചേർന്നു. പക്ഷേ ഈ ഏപ്രിൽ മാസം ആയതുകൊണ്ട്
ഒന്നാം തീയതി കൂടെ അല്ലേ എല്ലാവരും വിചാരിച്ചു ഏപ്രിൽ ഫുൾ ആയിരിക്കും അല്ലേ? എനിക്കും പറ്റിയതായിരുന്നു. രാവിലെ ന്യൂസ് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ അടുത്തേ അറിഞ്ഞില്ലയോ? ന്യൂസ് ഇട്ടപ്പോഴാണ് പ്രതിഷേധങ്ങളും കാര്യങ്ങളൊക്കെ താഴത്തെ ജംഗ്ഷനിൽ ഇവിടെ ഈ റോഡിൽ തുടക്കമുണ്ട് താഴെ പ്രതിഷേധം ഇപ്പം തുടങ്ങും. അവിടെയാണ് സംഭവം. ആ വിഷയം അവിടെയാണ് ആൾക്കാർ കൂടിയതും കാര്യങ്ങൾ സംസാരിച്ചതൊക്കെ ചെയ്തു. അതിനുശേഷമാണ് ബോഡി ഇവിടുന്ന് കൊണ്ടുപോയി. ബോഡി ഇവിടെ നിന്നും തോന്നുന്നു. അങ്ങനെ പോയൊക്കെ അങ്ങനെ കറങ്ങി വന്നേക്കണം. അതിലെ പോയിട്ട് തീറ്റയും കഴിഞ്ഞ് ലൈറ്റ് അടി കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി ഇവിടുന്ന് കാണി ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കിക്കാണും. നോക്കുമ്പോൾ അന്നേരം പിടിയും വീഴും. ആന ഇറങ്ങി വരാൻ തുടങ്ങും. അവിടുത്തെ തീറ്റ എല്ലാം തീർന്ന് ഇറങ്ങി വരാൻ തുടങ്ങി. ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടു കാണുക. ഇപ്പം കയറി ഇങ്ങനെ നോക്കി. ഇപ്പം നോക്കിയാൽ ആന വരുന്ന കാണാൻ പറ്റിയല്ല. അങ്ങോട്ട് നോക്കിയാൽ വെട്ടുകൊണ്ടത് ശരി ഒരു കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമല്ല. ഇങ്ങനെ പോകാനുണ്ട്. അതിലല്ലേ ആന വരാറ് പറയും. മിഞ്ഞാന്ന് അവിടെ വന്ന ആന മിഞ്ഞാന്ന് അവിടുത്തെ വാഴക്കത്തിൽ ആ ആന അല്ലെന്നാ പറയുന്നത്. ഇത് വേറെ ആനയാന്ന് പറയുന്നില്ലേ? മലയ്ക്ക് ഏറ്റവും വലിയ നിരപ്പായ സ്ഥലം ഇത് മാത്രമേ ഉള്ളൂ. എങ്ങനെ നിരപ്പായ സ്ഥലം? വെള്ളമുള്ള സ്ഥലങ്ങളും എപ്പോഴും വെള്ളമുണ്ട്. ഈ താഴെ എപ്പോഴും വെള്ളം. ഇവിടെ കണ്ടൊരു കുളം ഉണ്ടെന്ന് പറയുന്നത് അതെവിടെ? അതിന് താഴെ എവിടെയാണെങ്കിൽ തോന്നുന്നു. അതൊക്കെ ആൾക്കാർ താമസം മാറി പോയ ഒത്തിരി വീട്ടുകാർ രണ്ടാവിടെയൊക്കെ വീടുണ്ടായിരുന്നു. അവിടെയൊക്കെ ആൾക്കാർ താമസം മാറി പോയിട്ടുണ്ട്. ഈ വീട്ടിലെ പുള്ളി ചേട്ടനാണ്. പുള്ളിയും പിന്നെ താമസം മാറി പുള്ളി താഴെ വീടൊക്കെ കൊണ്ടുവരും. അവിടെ ആയിരിക്കും ബോഡി കൊണ്ടുവരിക സാധ്യത. പേടിച്ച് ഓടുന്ന ആനകളുണ്ട്. പക്ഷെ ഇതെന്തോ സംഭവിച്ചെന്ന് അറിയത്തില്ല. പേടിപ്പിക്കാൻ സമയം കിട്ടി കാണത്തില്ലായിരിക്കും. ഈ വഴിക്കൊക്കെ ആന കയറി വരാതെ പതിവ്. ഇഷ്ടപ്പെട്ട നോക്കി കാണാം. അവിടെ സംഭവം നടക്കുന്ന അറിയുന്നില്ലല്ലോ. ഇവിടാണ് സംഭവം നടന്നത്. പക്ഷെ ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ മേളിലോട്ടെ ഇവിടെ ഒരു ആന നിന്നാൽ പോലും അറിയത്തില്ല. കഷ്ടമായി പോയി. ആ ചേട്ടൻ്റെ ചെരുപ്പാണിത്. ചേട്ടൻ്റെ ടോർച്ചും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ആയിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നെ ആ ഭാഗത്തായിട്ടാണ് ചേട്ടൻ കിടന്നത്. കണ്ടതോ? ആണോ? ആനയെ കണ്ടെന്ന് പോലെ പെട്ടെന്ന് ആനയെന്ന് പറഞ്ഞപ്പോൾ സംഭവം നടന്നു കഴിഞ്ഞു. ആന ഓടിയെത്തി. ചേട്ടൂടെ നോക്കി കാണുമല്ലോ. ആന സാധാരണ ഇവിടെ കാണാതെ പതിവ് ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ നോക്കിയതായിരിക്കാം. അപ്പം ആന അവിടെ നിന്ന് കണ്ടു കാണും. ആന അവിടെ നിന്ന് പെട്ടെന്ന് പോരും. ആന നടന്നു വന്ന സമയത്തായിരിക്കും അവർ വന്നത്. ഈ കാടും ഇതുമായിട്ടൊരു 100 മീറ്റർ എത്ര മീറ്റർ ദൂരം കാണുമായിരിക്കും ഈ ഒരു സ്ഥലമായിട്ട്? ഈ സ്ഥലമായിട്ട് എല്ലാം കൂടി 100 മീറ്ററാണ്. ഇപ്പോൾ താഴെ സ്ഥലമുണ്ട്. താഴോട്ടുണ്ടല്ലേ? സ്ഥലങ്ങളുണ്ട്. ഇതിങ്ങനെ താഴോട്ട് എന്നിട്ട് പിന്നെ അങ്ങ് വരാം. അങ്ങനെയല്ലേ? ഇവിടെ ചരിപ്പാണ്. വെള്ളമൊക്കെ ഉണ്ട് സ്ഥലമാണ്. തോടുണ്ട്. ഉണ്ട്. താഴെ തോടുണ്ടല്ലേ? ഇതിൽ അങ്ങനെ സൈഡ് കണമലയാണ്. ആണല്ലേ? കണമല ഫോറസ്റ്റ് സ്റ്റേഷൻ. ആണല്ലേ? കണമല ഫോറസ്റ്റ് സ്റ്റേഷൻ മണ്ട ഭാഗമാണ്. ആണല്ലേ? ഇവിടെ വെള്ളമില്ലല്ലേ? വെള്ളമില്ല. പഞ്ചായത്തുകാരോട് പറഞ്ഞ് മടുത്ത്. കുളിക്കാനൊക്കെ പോകണമെങ്കിൽ അങ്ങ് താഴെ പോകണം. ഇല്ല, എത്ര വർഷം തൊട്ട് പറയുന്ന ആ കുളം വൃത്തിയാക്കി കുളം ശരിയാക്കി ഞങ്ങൾക്ക് വെള്ളം തരാൻ ഒരു മോട്ടർ മേടിച്ചാൽ മതി. പകല് ചെന്നാലും കുരങ്ങും പിന്നെ പുലിയും കടുവായും എല്ലാം ഉണ്ട് അവിടെ ഞങ്ങളീ പോകുന്നത്. അവിടെ ഇവിടെ വെള്ളം എടുക്കുന്ന ഒരു പ്രധാന സ്ഥലമാണോ അവിടെ? വെള്ളം എടുക്കുന്ന അത് പിന്നെ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചൊക്കെ അത് പിന്നെ അതിൻ്റെ നേതാക്കന്മാരെല്ലാം അത് കൈകാര്യമാക്കി പിന്നെ അതെല്ലാം അങ്ങ് ഇല്ലാതായി. പിന്നെ അത് ചുമ്മാതെ കിടക്കുക. അതെന്നാ വൃത്തിയാക്കി അതിൻ്റെ അകത്ത് മോട്ടർ ഇട്ട് ഒരു പിന്നെ ടാങ്കാന്ന് പറഞ്ഞാലും അല്ലെ പൊതുജനങ്ങളായാലും മേടിക്കും. ഞങ്ങളിവിടെ 4-5 വീട്ടുകാർക്കേ ഉള്ളൂ ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾ വിലയ്ക്ക് മേടിച്ച ഒരു പിന്നെ കുളം ഉണ്ട്. അതിൽ നിന്ന് അവർ പിന്നെ മോട്ടർ ഇട്ട് എടുത്തിരുന്നത് ബിജുവൊക്കെ പണക്കാരൻ്റെ പറമ്പൊക്കെ തെളിച്ച് കയ്യാലെ വെച്ച് കൊടുക്കുന്ന അതിൻ്റെ 4 വേണ്ട ആ കുളം വൃത്തിയാക്കാൻ. പാവങ്ങൾ ഇതുപോലെ വെള്ളമില്ലാത്തടത്ത് പോകും. അവനാന്ന് പറഞ്ഞാലും പാതിരാത്രിക്കും വെളുപ്പം കാലത്തും അവിടെ വെള്ളം കുത്താൻ അവിടെ പോകണം. മോട്ടറാന്ന് പറഞ്ഞാലും എന്തെങ്കിലും തകരാറ് വന്നാൽ പോകണ്ടേ. അതേ ഉള്ളായിരുന്നു ഈ മലയിലൊരാശ്രയം എല്ലാവർക്കും. പുള്ളി അവിടെ ഉള്ളതുകൊണ്ട് പുള്ളി ഓടിച്ചുമൊക്കെ വിടുമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ഒരു ആശ്രയമായിരുന്നു. ഇനിയിപ്പോൾ അതുമില്ല. പുള്ളി ഓടിച്ചൊക്കെ വിടുമായിരുന്നു. ബാക്കി ഞങ്ങളുടെ അനന്തരനുണ്ട്, പിന്നെ പുഷ്പ, ഞങ്ങളെല്ലാം ഇവിടെ വന്ന് കോരണം. അല്ലെങ്കിൽ കുളിക്കാനൊക്കെ പോകണമെങ്കിൽ അവിടെ പോകണം. ഇവിടെ ആൾക്കാർ എല്ലാവരും താമസമില്ലാഞ്ഞിട്ടല്ലേ ഇതിൻ്റെ അകത്തു നിന്നും കോരാൻ നിൽക്കുകയില്ല. വെള്ളം തികയില്ല. അന്നേരം ഞങ്ങളെല്ലാം അങ്ങ് അക്കരയ്ക്ക് പോകണം, കാട്ടറമ്പിക്ക് പോകണം. ഇതിപ്പോൾ ആ ഒരാൾ തന്നെ ഉള്ളത് കൊണ്ടാണ് പിന്നെ ഓരോരുത്തർ വന്ന് കോരുന്നത്. അല്ലെ ആർക്കും കോരാനും വെക്കുകയല്ലേ. ഞങ്ങളെല്ലാവരും അവിടെ പോകണം. അവിടുത്തെ ഒരു പ്രധാന വിഷയമായി വെള്ളം. പിന്നെ അവനവിടെ ഉള്ളത് കൊണ്ട് ഒരു ആശ്വാസന്റെ പേര് നട്ടുച്ചയ്ക്കായാലും എല്ലാവരും ഒക്കെ പോകുമായിരുന്നു. ഇനിയിപ്പോൾ അതും ഇല്ല. അപ്പൊ ചേട്ടന്റെ വീടാ ഇതല്ലയോ? ഇതുവഴി പോയിട്ട് ചേട്ടൻ അറിഞ്ഞില്ലല്ലയോ? ആയിരുന്നല്ലയോ? അപ്പൊ ഈ തെങ്ങ് മറിച്ചിട്ട് സൗണ്ടും കേട്ടില്ലയോ? പക്ഷെ ആ ചേട്ടൻ കേട്ടല്ലോ. അവരുടെ വീട് അത്ര അടുത്തില്ല. ഓ, ഇത് ഇങ്ങനെ ചേട്ടൻ ഇവിടെ കിടക്കുന്നല്ലയോ? എന്നിട്ട് ഇത്ര അടുത്തൂടെ പോയിട്ട് അറിഞ്ഞില്ല?
ഭയങ്കര ഇതായിപ്പോയി, വല്ലാത്ത മരണമായിപ്പോയി. ദുർമരണം എന്ന് പറയാൻ ദുർമരണമായിപ്പോയി. ഇങ്ങനെ പോയെങ്കിലും ഇതേ തട്ടിയില്ലല്ലോ. വളരെ തൊട്ടുപോലും തൊട്ടിയില്ല. അന്നേരം ആനയ്ക്ക് ബുദ്ധിയില്ലാത്ത വല്ലതും ആണോ? ഇങ്ങനെ പോകുമ്പോ ഒന്ന് നോർത്ത് നോക്കിക്കേ. ആ കുരിയാലൊന്നും തൊട്ടില്ലല്ലേ? ഇല്ല, തൊട്ടിട്ടേ ഇല്ല. തൊട്ടിട്ടില്ല. ഞാനതാ പറയുന്നത്, ഭയങ്കര ഒരു അതിശയം പോലെ. ആന വന്ന് കറക്റ്റ് ഇതുവഴി ഇറങ്ങി പോയി. ഈ കുരിയാലെ പോലും തൊട്ടില്ല. അത് കഴിഞ്ഞിപ്പോ വന്ന പക്ഷേ എന്നോട് പറഞ്ഞു ഒരു സംഭവം നടന്നു പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പോൾ ഞാനും അങ്ങോട്ട് ആദ്യം ചെല്ലുന്നേ. ചെന്നപ്പോഴത്തേനും ഒരു ശലം പോലും ജീവനില്ല. തുമ്പിക്കൊണ്ട് മണപ്പിച്ചു നോക്കും മരിച്ച നമ്മളെ അടിച്ചാൽ. ഞാൻ എറിഞ്ഞു കഴിഞ്ഞ അടുത്ത് ചെന്ന് കാണുക മിക്കവാറും. അതെ, ഈ അടിച്ച് ചുറ്റി കാണും. അടിച്ച് ചുറ്റിയേച്ച് എറിഞ്ഞു അടിച്ചപ്പോഴേ തീർന്നു കാണും മിക്കവാറും. അല്ലെ പിന്നെ 2-3 അടിയൊക്കെ അടിച്ചെങ്കിൽ ഇത് എങ്ങാണ്ട് ഒറ്റ അടി അടിച്ചിട്ടുണ്ട്. ഒറ്റ അടി അടിച്ചതിനോട് കൂടി പോയി. പിന്നെ അടുത്തെറിയുക എങ്ങാണ്ട്. എന്തായാലും എല്ലാവരും ഒക്കെ രാത്രിയിലൊന്നും ഇറങ്ങരുത് കേട്ടോ. രാത്രിയില് പിന്നെ രാത്രി ഇറങ്ങില്ലല്ലോ, ശബ്ദം കേട്ടാൽ ഇറങ്ങരുത്. നമ്മളറിയത്തില്ല. കാരണം നമ്മൾ ഈ പകല് നിന്നാൽ പോലും ആനകളെ ഇതുപോലുള്ള ഒരു സ്ഥലത്ത് നിന്നാൽ നമ്മൾ അറിയത്തില്ല. പക്ഷെ നമ്മൾ രാത്രിയിലൂടെയുള്ള ഒരു അവസ്ഥയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് ഒട്ടും അറിയത്തില്ല. അപ്പം അങ്ങനെ ഇറങ്ങരുത്, പുറത്തോട്ടൊന്നും ഇനി ശബ്ദം കേട്ടാൽ പോലും ഇറങ്ങരുതായിരുന്നു. അത് അങ്ങനെ വന്ന് അത് വനത്തിൽ കൂടെ റബ്ബറിനകത്തോടെ വന്ന് ഇങ്ങനെ വന്നേ. ഇവിടെ വന്ന് അവിടുത്തെ മെമ്പർ, നമ്മുടെ ഇപ്പോഴത്തെ മെമ്പറുടെ ഒരു അങ്ങ് അത്ര എടുത്തായിട്ട് അത് പടത്തി മൊത്തം തിന്നു. പിന്നെ അതിലേ വന്ന് പറമ്പിൽ കൂടെ കയറി ഇങ്ങനെ വന്ന് ഒരു 10-35 വർഷം ഇവിടെ ആന പണ്ടങ്ങാണ്ട് പ്രാവശ്യം ഒരു ആന കയറിയത്. അല്ലാതെ 35 വർഷം മുന്നേ ഒക്കെ കയറിയിട്ടുള്ളൂ ഒരു ആന കണ്ട ബൈ ചാൻസിൽ. അല്ലാതെ പിന്നെ ഞാൻ വന്നിട്ടേ പോകുന്നു. ഈ കാട് ഇത്ര അടുത്തായിട്ട് പോലും എത്ര വർഷം കൊണ്ട്. ഇതിലും വലിയ പിന്നെ ആളും പേരും ഒന്നും ഇല്ലാഞ്ഞിട്ട് ഈ ശല്യമില്ല. അതാ പറഞ്ഞേ. ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ ആരും താമസം ഒന്നുമില്ല. അവര് ഞങ്ങള് മാത്രമേ. പക്ഷെ ഇപ്പൊ ആളും പേരും എല്ലാം ആയി കഴിഞ്ഞപ്പോഴത്തേനാണ് ഇതിന് പേടിയൊന്നുമില്ല. ഇതിന് പേടിയൊന്നും ഇല്ലാത്ത. പേടിയുള്ള ആന കൊല്ലത്തില്ല, പേടിയില്ല. മനുഷ്യന്റെ മണം അടിച്ച് ആന പോകും. കുളിക്കാൻ പോലും മനുഷ്യന് പോകാനൊക്കത്തില്ല ധൈര്യമായിട്ട്. ഇവിടെ താഴെയാ കുളം. ഭയങ്കര സ്പീഡിൽ ഓടി വരും, നമ്മൾ തട്ടി വീഴുകയും ചെയ്യും. ബിജുവിന് വീണിച്ച് നിലത്തുനിന്ന് എടുത്ത് അടിക്കുമായിരുന്നത്. പിന്നെ വീണു. അതിൽ ചെരുപ്പെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടന്നു. 1:15 എന്നെ വിളിച്ചപ്പോ ഞാൻ ഓർത്ത് ഏതാണ്ട് പൂള് പറയാനാണ്. പിന്നെ ഞാൻ എന്റെ മനസ്സിലുണ്ട് ഇത്ര രാത്രിക്ക് ആരും പറയുകയില്ലെന്ന്. എല്ലാരും ഏപ്രിൽ ഫുൾ ആയിരിക്കും കഴിഞ്ഞ് ഞാനാ പറയുന്നവരോടെല്ലാം ഞാൻ വിളിച്ചിട്ട് ആരും എടുത്തേച്ച് പറയാ വേറെ പണി നോക്കാൻ. ഇപ്പൊ സമ്മതിക്കുകയല്ല. ഞാൻ പിന്നെ ലാസ്റ്റ് പിന്നെ കെറിവിച്ച് ഞാൻ പറഞ്ഞു TV വെച്ച് നോക്കാൻ പറഞ്ഞു. TV വെച്ചപ്പോ അതിനകത്ത് കാണിച്ചല്ലേ? ന്യൂസ് ഉണ്ടായിരുന്നു. അന്നേരം പിന്നെ ഓരോരുത്തർ വിശ്വസിച്ച്. ചാനലുകാരൊക്കെ അന്നേരം വന്നായിരുന്നു. ചാനലുകാരെല്ലാം വന്നായിരുന്നു. എന്നെ അവര് ലിസി വിളിച്ചു. ഞാൻ പിന്നെ അവിടെ ചെന്നേച്ച് തിരിച്ചു വന്നാ ഞങ്ങളുടെ അനന്തരനോട് പുഷ്പയോട് ഇവരോടെല്ലാം പറയുന്നത്. ഈ പുള്ളിയുടെ ഭാര്യ തലക്ക വന്നപ്പോഴത്തേനും കിടപ്പുണ്ട്. അല്ല അവര് വിളിച്ചേച്ച് പുള്ളി തലക്കലിങ്ങോട്ട് പോകും. അത് നോക്കണേ, തക്ക സമയപ്പോ അതേലെ ബൾബും ഇല്ല, ഒന്നുമില്ല. അന്നും ഞങ്ങള് പറഞ്ഞു, ഞാൻ മെമ്പറോട് ആകുന്ന പറഞ്ഞു ഇതുവഴി ഞങ്ങളുടെ 3-4 വീടുണ്ട് ഇങ്ങോട്ട് ലൈറ്റ് ഇടാനും. അതെല്ലാം ആരോട് പറഞ്ഞ പോലെ പഞ്ചായത്തുകാരുടെ സ്വന്തം വക പോലെ എല്ലാരും കാണിക്കുന്നത്. പഞ്ചായത്തുകാരാരാന്ന് പറഞ്ഞാലും പാവങ്ങൾക്ക് ഒരു ഉപകാരവും ഇല്ല. ഇത്ര വർഷമായി ഞങ്ങൾ ഈ മലയിൽ വെള്ളമില്ലാതെ കിടന്ന് പറഞ്ഞിട്ട് വരുന്ന മെമ്പർമാരോടെല്ലാം സൂപ്പറായിട്ട് നടപ്പാക്കേണ്ടതുള്ളൂ. അല്ല ഈ റോഡിൽ ഒരു കുഴൽക്കിണറേലും അടിച്ചു തരാൻ പറഞ്ഞതാ. അന്നേരം എല്ലാം മുതലാളിമാരെ കനപ്പിക്കുക. വലിയ മുതലാളിമാരുടെ പറമ്പ് തൊഴിലുറപ്പ് വെച്ച് അവരെ കനപ്പിക്കുക. അതാ 10 വെച്ച് ലൈനും വലിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ടാങ്കും പണിത് ഈ ഭാഗത്തുള്ളവർക്ക് ഇവിടെ ഇങ്ങോട്ടൊക്കെ വെള്ളം ഇഷ്ടംപോലെ അതിനകത്ത് കുളത്തിലല്ലേ? പിന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അത് ശരിക്കും കാട്ടിലെ കുളമാണോ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് വേണ്ടി പഞ്ചായത്തുകാർ മേടിച്ചു. പിന്നെ പഞ്ചായത്തിന്റെ കാശ് കൊടുത്ത് മേടിച്ച് പിന്നെ പൊതുജനങ്ങളെല്ലാം കൂടെ സഹകരിച്ച് കുളം കുത്തി ചെയ്തു. ഇവിടെ ഇനി പോകാനൊക്കെ കടുവ കണ്ടുകൂടി ഇല്ലെന്നല്ലേ? പിന്നെ കടുവ കഴിഞ്ഞ ആഴ്ച വട്ടപ്പാറ പൊന്നഞ്ചേട്ടൻ ഒരാൾ കണ്ട പുള്ളി പാനിക്ക് 3-4 ദിവസം ആശുപത്രി കിടന്നു. കടുവ ഇപ്പോൾ ആവനെ പിടിച്ചോണ്ട് പുള്ളി രാവിലെ വെട്ടാൻ ചെന്നാ എടുത്ത് തോളൽ വിട്ടും കയറി പോകായിരുന്നു. എന്നിട്ട് ഇയാളെ തിരിഞ്ഞു നോക്കി അങ്ങനെ അന്നേരം പേടിച്ച് പനിച്ചു പോയി. 3-4 ദിവസം കൊണ്ട് ആശുപത്രി കിടന്നു. അതൊക്കെ ഏത് സമയത്താണ് വെട്ടുപഴിച്ച് വരുന്നതെന്നോ ഏതാണ്ട് ഭയങ്കര ദുരന്തത്തിന്റെ ലക്ഷണമോ ആണെന്ന് എന്തോ
ആ ഇത് കൊലകൊമ്പെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇത് മനുഷ്യനെ അടുത്തങ്ങനെ കണ്ടാൽ ഓടി വന്ന് കൊല്ലും. അതിപ്പോൾ ചോരയുടെ മണം അടിച്ചു അതിന്. ചേട്ടനൊക്കെ എത്ര വർഷമായിട്ട് താമസിക്കുക? ഞങ്ങളൊക്കെ വർഷങ്ങളായത് 10-60 വർഷമായത്. 60 വർഷമായിട്ട് താമസിക്കും? ഇവിടെ നിന്നല്ല, നമ്മൾ താഴെയായിരുന്നു. പിന്നെ ഇവരെ കുടുംബക്കാരും എല്ലാം ഞങ്ങളെല്ലാം ഒത്തിരി വർഷങ്ങളായത്. മറിയാമ്മയുടെ ഭർത്താവിൻ്റെ കുടുംബം. ഇതിന്റെ അങ്ങേ സൈഡ് കാടും ഇത് ഇങ്ങനെ വരുമ്പം ഇത് ഏത് ഭാഗമായിട്ട് വരും? അവിടെ അതെല്ലാം കാടാണോ? അല്ല, അതല്ല, ഒരു മല ഉണ്ട്. ഒരു മല ഇവിടെ വിളിച്ച് കയറി പള്ളി കണ്ടു. പള്ളി കണ്ടു. പള്ളി അതിൻ്റെ അങ്ങേ സൈഡിൽ അടുത്തൊരു മല ഉണ്ട്. അതിൻ്റെ പകുതി വരെ ആൾത്താമസമുണ്ട്. ഓക്കെ. പിന്നെ എല്ലാം മനമല്ലേ? ഈ മലയുടെ അങ്ങേറ്റ മലയുടെ ഒരു ചെരുവ് കഴിഞ്ഞ അടുത്ത മലയാണ് നടപ്പാതെ ഉള്ളത്. പായന്മാർ നടന്നു പോകുന്നത് ശബരിമലയുടെ അല്ലേ? കാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഒരു മനുഷ്യന് അങ്ങോട്ടൊക്കെ വരാൻ പേടില്ല. ബസ്സിനൊക്കെ ആൾക്കാർ കഴിയുമെന്ന് പോകുന്നു. ഉള്ളിലുകാരൊന്നും പിന്നെ പോകത്തില്ല.